ഇന്ന് നമ്മൾ മെട്രിസസിൻ്റെ ക്ലാസ്സിൽ ഇക്വാളിറ്റി ഓഫ് ടു മെട്രിസസ് രണ്ട് തുല്യ മെട്രിക്സുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. ഇപ്പോൾ ടു മെട്രിസസ്, അപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, അപ്പോൾ രണ്ട് മെട്രിക്സുകൾ അത് ഈക്വൽ മെട്രിക്സ് ആകുന്നതിനുള്ള കണ്ടീഷൻസ് നോക്കാം. ഒന്ന്, ദേ ആർ ഓഫ് ദി സെയിം ഓർഡർ, അത് സെയിം ഓർഡറിലുള്ള മെട്രിക്സ് ആയിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റോയും കോളങ്ങളും തമ്മിലുള്ള എണ്ണമാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. ആദ്യം നമ്മൾ റോ എഴുതും. ഇപ്പോൾ 2 റോസ് ആണുള്ളെങ്കിൽ അത് ദെൻ 2/3, 3 കോളങ്ങളാണുള്ളതെങ്കിൽ 3യും എഴുതും അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള ഇപ്പോൾ 2/3 മെട്രിക്സ് ആണെങ്കിൽ മറ്റേ നമ്മൾ കമ്പയർ ചെയ്യുന്ന മെട്രിക്സ് എന്ത് തന്നെയായിരിക്കണം, അതും 2/3 മെട്രിക്സ് തന്നെയായിരിക്കണം അല്ലേ. അപ്പോൾ സെയിം ഓർഡറിലായിരിക്കണം ഒന്നാമത്തെ കണ്ടീഷൻ. ദെൻ ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ദി കറസ്പോണ്ടിങ് എലമെൻറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്ന മെട്രിക്സിലെ ഓരോ എലമെൻറ്റുകൾ, ഇതിനകത്തുള്ള ഓരോ ഐറ്റത്തെയാണ് നമ്മൾ എലമെൻറ്റുകൾ എന്ന് പറയുന്നത് അല്ലേ. അതേ എലമെൻറ്റുകൾ തന്നെ ആയിരിക്കണം നമ്മൾ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ മെട്രിക്സിലുമുള്ളത്. എങ്കിൽ മാത്രമാണ് നമ്മൾ ആ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ മെട്രിക്സിലാണെന്ന് പറയുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന മെട്രിക്സ് നോക്കുക, ഇതൊരു 2/2 മെട്രിക്സ് ആണ് അല്ലേ, 2 റോയും 2 കോളങ്ങളുള്ള മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്നതും ഒരു 2/2 മെട്രിക്സ് ആണ്, അതും എന്താണ് 2 റോയും 2 കോളങ്ങളുമുള്ള മെട്രിക്സ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഓർഡർ, ഫസ്റ്റ് കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈഡ് ആയി, അതിൻ്റെ സെയിം ഓർഡറിലുള്ള രണ്ട് മെട്രിക്സുകളാണ്. ഒപ്പം തന്നെ അതിൻ്റെ എലമെൻറ്റുകൾ, അതായത് 1, 2, ഇവിടെ നോക്കുക ബി എന്ന് പറയുന്ന മെട്രിക്സിലും 1ഉം 2ഉം ആണല്ലേ. ഒപ്പം തന്നെ രണ്ടാമത്തെ റോയിലേക്ക് വരുമ്പോൾ 3ഉം 4ഉമാണ്, ഇവിടെ എന്താണ് 3ഉം 4ഉമാണ് അല്ലേ. അതായത് എല്ലാ എലമെൻറ്റുകളും സെയിം ആണല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് നമ്മൾ പറയുക. അപ്പോൾ ഇത് മറ്റൊരു മെട്രിക്സ് ആണ്, അതുപോലെ തന്നെ ഒരു ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സ് ആണ് 1, 2, 3. ഇത് 3/3 മെട്രിക്സ് ആണല്ലേ, ഇതൊരു 3/3 മെട്രിക്സ് ആണ്, ഇതൊരു 3/3 മെട്രിക്സ് ആണ്. ഇതിലുള്ള അതേ എലമെൻറ്റുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം, ഇതും ഒരു ഈക്വൽ മെട്രിക്സ് ആണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ സെഡ് ഫ്രം ദി ഫോളോവിങ്. നമുക്ക് ഇതിനെ ഇക്വാളിറ്റി ഓഫ് മെട്രിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇവിടെ താഴെ തന്നിരിക്കുന്ന ഈ ഒരു രണ്ട് സെറ്റ് മെട്രിക്സുകളിൽ എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും വാല്യൂസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ രണ്ട് മെട്രിക്സുകൾ നോക്കുക, ഇവിടെ 3, 2, x, 5 എന്ന് കൊടുത്തിരിക്കുന്നു. ഈസ് ഈക്വൽ ടു വൈ സെഡ് 6, 5 അല്ലേ. അപ്പോൾ രണ്ട് മെട്രിക്സുകൾ അത് ഈക്വൽ ടു എന്ന സൈൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ മെട്രിക്സുകളാണ്, അല്ലെങ്കിൽ ഈക്വൽ മെട്രിക്സസ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതിലെ വാല്യൂ നമുക്ക് നോക്കുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഇവിടെ എന്ത് വാല്യൂ ആയിരിക്കും വരേണ്ടത്, ഈക്വൽ മെട്രിക്സ് ആണെങ്കിൽ രണ്ടാമത്തെ മെട്രിക്സിലെ ഈ ഒരു പൊസിഷനിൽ വരുന്ന അതേ എലമെൻറ്റ് തന്നെയായിരിക്കും ഇവിടെ വരേണ്ടത് അല്ലേ. ഇപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, എക്സ് ഈസ് ഈക്വൽ ടു 0, 6 എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് 3ഉം 2ഉമാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ വൈയും സെഡുമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈക്വൽ മെട്രിക്സ് ആണെങ്കിൽ 3ഉം 2ഉം തന്നെയല്ലേ ഇവിടെ വരേണ്ടത് അല്ലേ. അപ്പോൾ വൈയുടെ വാല്യൂ എന്താണ് 3 എന്നും സെഡിൻ്റെ വാല്യൂ എത്രയാണ് 2 എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് കണ്ടുപിടിക്കുക. അതിൽ ആൻസർ നോക്കാം നമുക്ക്. ഇവിടെ നോക്കുക, എക്സിൻ്റെ വാല്യൂ 6, അപ്പോൾ തന്നെ വൈ 3, സെഡിൻ്റെ വാല്യൂ 2 അല്ലേ. ഈക്വൽ മെട്രിക്സുകൾ ആയതുകൊണ്ട് അതേപോലെ തന്നെയാണ് എലമെൻറ്റ്സുകൾ വരിക. ഇനി രണ്ടാമത്തെ സെറ്റിൽ നോക്കുക, ഇവിടെ എക്സ് വൈ സെഡും ഉണ്ട്, അപ്പം തന്നെ എക്സ് പ്ലസ് സെഡും ഉണ്ട് അല്ലേ, വൈ പ്ലസ് സെഡ്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ്. ഇതെല്ലാം കൂടെ ഒറ്റ സംഖ്യയായിട്ടാണ്. അതായത് ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഈ മെട്രിക്സിൻ്റെ അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് പറയുക, ഇതൊരു 3/1 മെട്രിക്സ് ആണ് അല്ലേ. അതായത് 3 റോ ഉണ്ട്, ഒപ്പം തന്നെ ഒറ്റ കോളം മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒരു 3/1 മെട്രിക്സ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഈ മെട്രിക്സിലെ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്, ഇത് മൂന്നോടും കൂട്ടുന്നതാണ് ഒറ്റ വാല്യൂ. രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് പ്ലസ് സെഡ് കൂട്ടുന്നതാണ്. അപ്പോൾ ഇത് ഈക്വൽ മെട്രിക്സ് ആണെങ്കിൽ എക്സും വൈയും സെഡോടും കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് 9 എന്ന് പറയുന്ന എമൗണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഇത് തന്നെ എക്സും സെഡോടും കൂട്ടുന്നതാണ് 5 എന്ന് പറയുന്ന വാല്യൂ, വൈയും സെഡോടും കൂട്ടുന്നതാണ് 7 എന്ന് പറയുന്ന വാല്യൂ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നോക്കാം. ഇതിനെ ടെക്സ്റ്റിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നതനുസരിച്ച് ഇതൊരു 3 ഇക്വേഷൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു 9, എക്സ് പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 5, വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 7 അല്ലേ. അതായത് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ 3 സെറ്റിൽ നിന്ന് നമുക്ക് ആദ്യം വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. വൈയുടെ വാല്യൂ നമുക്ക് 4 എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക, എക്സ് പ്ലസ് സെഡ് എന്ന് പറയുന്നത് 5 ആണ്, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് വെച്ചാൽ 9 ആണല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന 9ൽ നിന്ന് നമ്മൾ എക്സ് പ്ലസ് സെഡിൻ്റെ വാല്യൂ ആയിട്ടുള്ള 5 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്താണോ വരുന്നത് അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും വൈയുടെ വാല്യൂ അല്ലേ. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ ഇവിടെ നമുക്ക് 4 നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും.
അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. y പ്ലസ് z എന്ന് പറഞ്ഞാൽ 7 ആണല്ലേ. അത് 9ൽ നിന്ന് നമുക്ക് 7 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2 എന്ന് നമുക്ക് ലഭിക്കും അല്ലേ. അപ്പോൾ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് z വാല്യൂ കണ്ടുപിടിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താണ് ഇവിടെ നമുക്ക് ഈ 4ഉം 2ഉം വൈയും എക്സോടും കൂട്ടിയിട്ട് നമുക്ക് എത്ര കിട്ടും? 4 2 6 കിട്ടും. 9ഉം 6ഉം തമ്മിൽ വ്യത്യാസമായിരിക്കും നമുക്ക് ഇവിടെ z വാല്യൂ അല്ലേ. അപ്പോൾ z = 3 എന്ന് ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ x = 2, y = 4, z = 3. അപ്പോൾ ഇങ്ങനെ വാല്യൂസ് തന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സും സെഡും കൂട്ടിയിട്ട് 5 എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് ഈ പറഞ്ഞ എക്സും സെഡും അതുകൊണ്ട് കൂട്ടുന്നതാണ് 5 അല്ലേ. അപ്പോൾ അങ്ങനെയാണ് y കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ ടോട്ടലിൽ നിന്ന് 5 നമ്മൾ കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ്, വൈ, സെഡ് ആൻഡ് ഡബ്ല്യു വിച്ച് സാറ്റിസ്ഫൈ ദ മെട്രിക്സ് ഇക്വേഷൻ അല്ലേ. നമുക്കിവിടെ എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും ഡബ്ല്യുവിൻ്റെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. എക്സ് പ്ലസ് 2 ആണ് ഇവിടെ തന്നിരിക്കുന്നത് ആദ്യത്തെ വാല്യൂ. 2y പ്ലസ് എക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സും 2ഉം എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. 2y പ്ലസ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ -7 ആണ്. സെഡ് -4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആണ്. 4w - 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ w ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും എക്സ്, വൈ, സെഡ്, ഡബ്ല്യുവിൻ്റെ വാല്യൂ നമുക്ക് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. എക്സ് പ്ലസ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് 0 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതിൻ്റെ കൂടെ ഈ പ്ലസ് 2ൻ്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് 0 വരിക നോക്കണം. പ്ലസ് 2ൻ്റെ കൂടെ നമുക്ക് -2 കൂട്ടിയാൽ മാത്രമാണ് അവിടെ നമുക്ക് 0 ലഭിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ -2 + 2 എന്ന് വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് 0 വരിക അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? -2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതേ രീതിയിലാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. x = -2. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. 2y + x എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 2y + x നമുക്ക് ഓൾറെഡി നമ്മൾ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലേ. 2y + x എന്ന് വെച്ചാൽ -1 ആണ്. അപ്പോൾ അതിൻ്റെ എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ നമുക്ക് -2 എന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിങ്ങോട്ട് എടുത്ത് എഴുതാം. 2y + x = -1 ആദ്യം എഴുതിയിട്ട് എക്സിൻ്റെ വാല്യൂയോടും കൂട്ടിച്ചേർത്ത് നമ്മൾ എഴുതുന്നു. 2y + എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ -2 നമ്മൾ കണ്ടുപിടിച്ച എക്സിൻ്റെ വാല്യൂ എഴുതുന്നു -2 എന്നല്ലേ. = -7 എന്ന് വരും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു -2നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം. ഈ നമ്പറുകൾ നമുക്ക് ഒരുമിച്ചാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്തേക്ക് നമുക്ക് -2നെ കൊണ്ടുവരാം. -2നെ കൊണ്ടുവരുമ്പോൾ ഇവിടെ +2 എന്നാവും അല്ലേ. -2 + 2 അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? -5 എന്നാകും. അപ്പോൾ 2y ഇവിടെ നിൽക്കുന്നു അല്ലേ. അപ്പോൾ 2y = -5 എന്ന് നമുക്ക് ആൻസർ വരും. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ എന്താണ്? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി 5 ÷ -2 അല്ലേ. അത് -5 ÷ 2 അല്ലേ. -5 ÷ 2 എന്നാണ് അതിൻ്റെ വൈയുടെ വാല്യൂ വരിക. -5 ÷ 2. ഇനി നമുക്ക് അടുത്തത് നോക്കാം. മൂന്നാമതിലേക്ക് വരുമ്പോൾ സെഡിൻ്റെ വാല്യൂ ഇവിടെ പറഞ്ഞിരിക്കുന്നത് z -4 = 3 എന്നാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഡിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ വരിക? നമുക്ക് z -4 = 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു -4 നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി അല്ലേ. അപ്പോൾ +4 എന്നായി മാറും. അപ്പോൾ 3 + 4 7 ആണല്ലേ. സെഡിൻ്റെ വാല്യൂ 7 നമുക്ക് കിട്ടും. നമുക്ക് 4w - 6 = w എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. 4w - 6 = w. അപ്പോൾ നമുക്ക് ഇവിടെ ഡബ്ല്യുവിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു നമ്പറിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ നമുക്ക് ഒരേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ 4w - w എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വരും? അതായത് 4wയിൽ നിന്ന് 1w പോയി കഴിഞ്ഞാൽ ബാക്കി 3w അല്ലേ. അതേ രീതിയിൽ നമുക്ക് അതിനെ എടുത്താൽ മതി. ഇപ്പോൾ 3w = 6 എന്ന് വരും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിൻ്റെ വാല്യൂ എന്താണ്? 6/3 = 2 എന്ന് നമുക്ക് ആൻസർ ലഭിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് എന്താണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ക്ലാസ് വേറൊരു ക്ലാസ്സോട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ട് പഠിക്കുക കേട്ടോ. എ മെട്രിക്സ് ഒബ്റ്റൈൻഡ് ബൈ ഇൻ്റർചേഞ്ചിങ് ദ കറസ്പോണ്ടിങ് റോസ് ആൻഡ് കോളംസ് ഈസ് കോൾഡ് ദ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ റോസും കോളംസും നമുക്കൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അതായത് ഒരു മെട്രിക്സിൻ്റെ റോസും കോളംസ് അല്ലേ. അത് നമ്മൾ റോയിനെ നമുക്ക് കോളമായിട്ട് എഴുതി വെച്ചാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇഫ് എ മെട്രിക്സ് എ ദെൻ ഇറ്റ്സ് ട്രാൻസ്പോസ് ഈസ് ഡിനോട്ടഡ് ബൈ. നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് അത് എഴുതുന്നത് അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നത് ഇപ്പോൾ A' അല്ലെങ്കിൽ A ട്രാൻസ്പോസ് അല്ലേ. ഈ രീതിയിലാണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇപ്പോൾ A' എന്ന് എഴുതിയാലും A ട്രാൻസ്പോസ് എന്ന് എഴുതിയിട്ട് T അതിൻ്റെ മുകളിലായിട്ടല്ലേ. അങ്ങനെ എഴുതി കഴിഞ്ഞാലും അതിനെ വായിക്കേണ്ടത് എന്താണ്? A ട്രാൻസ്പോസ് ആണ്, അല്ലെങ്കിൽ ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് A എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മെട്രിക്സ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഓർഡർ ഓഫ് മെട്രിക്സ് എന്താണ്? 3/4 മെട്രിക്സ് ആണല്ലേ. 3 റോസ് ഉണ്ട്, ഒപ്പം തന്നെ 4 കോളങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇതിനെ നമുക്ക് റോകളെയൊക്കെ നമുക്ക് കോളമായിട്ട് എഴുതിയാൽ മതി അല്ലേ.
അപ്പോൾ ഈ ആദ്യത്തെ റോ എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സിൽ എന്തായിട്ട് മാറും? ആദ്യത്തെ കോളമായിട്ട് മാറും അല്ലേ. അപ്പോൾ ഇവിടെ 1 2 3 4 എന്നുള്ളത് റോയാണ്, അത് നമ്മൾ കോളമായിട്ട് താഴോട്ട് എഴുതുന്നല്ലേ. 1 2 3 4 നമ്മൾ എഴുതുന്നു. അടുത്ത റോയിനെ അതുപോലെ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത കോളമായിട്ട് എഴുതും അല്ലേ. അടുത്ത കോളമായിട്ട് 4 3 2 1 അല്ലേ, ഈ റോ എഴുതും. അതുപോലെ തന്നെ ഈ റോയിൽ നമ്മൾ എഴുതും അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അതിൻ്റെ ട്രാൻസ്പോസ് നിർമ്മിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ എഴുതുമ്പോൾ നോക്കുക, ഇതായിരിക്കും അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ എ എന്ന് പറയുന്നത് ഈ ഒരു മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ആ റോസിനെല്ലാം നമ്മൾ കോളമായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുമ്പോഴാണ് നമുക്ക് എ ട്രാൻസ്പോസ് കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഓർഡറിൽ വ്യത്യാസം വരും. ഇവിടെ നമുക്ക് ഒരു 4/3 മെട്രിക്സ് ആയിട്ടാണ് ഇതിൻ്റെ എ ട്രാൻസ്പോസ് കിട്ടുന്നത് അല്ലേ. ഇവിടെ നമുക്ക് 4 റോസ് വരുന്നുണ്ട്, ഒപ്പം തന്നെ 3 കോളങ്ങളാണ് വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് 4/3 മെട്രിക്സ് ആണ്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ്. ഈ ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്, അതിൽ കുറച്ചൊന്ന് പഠിച്ചു വയ്ക്കുക. എ ട്രാൻസ്പോസ്, എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് പിന്നെ അത് കിട്ടുന്ന ആൻസറിൻ്റെ വീണ്ടും ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അത് എ തന്നെ ലഭിക്കുന്നതാണെന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി അല്ലേ. എന്ന് പറയുന്നത്, അതായത് ഇഫ് യു ടേക്ക് ദ ട്രാൻസ്പോസ് ട്വൈസ്, ഏതെങ്കിലും ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് നമ്മൾ 2 തവണ എടുത്തു കഴിഞ്ഞാൽ, ആദ്യം ഒരു തവണ എടുത്തു അപ്പോൾ നമുക്ക് എ ട്രാൻസ്പോസ് കിട്ടി, എന്നിട്ട് എ ട്രാൻസ്പോസിൻ്റെ വീണ്ടും അതിനെ ട്രാൻസ്പോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് യു വിൽ ഗെറ്റ് ബാക്ക് ദി ഒറിജിനൽ മെട്രിക്സ്. ആദ്യം നമ്മൾ ഏത് മെട്രിക്സിലാണ് തുടങ്ങിയത് ആ മെട്രിക്സ് ആയിരിക്കും നമുക്ക് ആൻസർ ലഭിക്കുക. അതിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് A+B, എയും ബിയും അത് 2 മെട്രിക്സുകൾ നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നതും, എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് ബി എന്ന് പറയുന്നതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് സെപ്പറേറ്റ് നമ്മൾ കൂട്ടുന്നതും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല, രണ്ടും ഒന്ന് തന്നെ ആയിരിക്കും എന്നാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുക. വെൻ യു ആഡ് 2 മെട്രിക്സസ് ആൻഡ് ദെൻ ടേക്ക് ട്രാൻസ്പോസ്, ഇത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ എഴുതുന്നതിന് പകരം അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഇതുകൂടെ വേണം എഴുതാം കേട്ടോ. വെൻ യു ആഡ് 2 മെട്രിക്സസ് ആൻഡ് ദെൻ ടേക്ക് ട്രാൻസ്പോസ്, 2 മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നതും ഇത് സെയിം ആസ്, എന്ത് തന്നെയാണ് സെയിം ആസ് ടേക്കിംഗ് ദ ട്രാൻസ്പോസ് ഓഫ് ഈച്ച് സെപ്പറേറ്റ്ലി. ഓരോ മെട്രിക്സിൻ്റെയും ട്രാൻസ്പോസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴും കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുക. ദെൻ മറ്റൊന്ന് പറയുന്നത് എ ഇൻറ്റു ബി, എ എന്ന് പറയുന്ന മെട്രിക്സിനെ ബി എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നതും, ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചിട്ട് അതിനെ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഒന്ന് തന്നെയായിരിക്കും, അതിൻ്റെയും ആൻസർ ഒന്ന് തന്നെയായിരിക്കും എന്നുള്ളതാണ്. അതായത് ട്രാൻസ്പോസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ട്രാൻസ്പോസ് ഇൻ റിവേഴ്സ് ഓർഡർ അല്ലേ, അത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കെ എ ട്രാൻസ്പോസ് അല്ലേ. കെ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് നമ്പറിനെയാണ് അല്ലെങ്കിൽ സ്കേലാറിനെയാണ്, ഒരു സ്കേലാർ നമ്പറിനെയാണ് സൂചിപ്പിക്കുക. കെ എ ഒരു ഫിക്സഡ് നമ്പറിനെ എ എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നതും, നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് അതിനെ നമ്മൾ ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒന്ന് തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് യു മൾട്ടിപ്ലൈ എ മെട്രിക്സ് ബൈ എ നമ്പർ അല്ലെങ്കിൽ സ്കേലാർ ആൻഡ് ദെൻ ടേക്ക് ട്രാൻസ്പോസ്, ഇറ്റ് ഈസ് സെയിം ആസ് ഫസ്റ്റ് ടേക്കിംഗ് ദ ട്രാൻസ്പോസ്. അത് നമുക്ക് ആ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന തമ്മിൽ സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളതാണ് നാലാമത്തെ പ്രോപ്പർട്ടി സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത് സിമ്മെട്രിക് മെട്രിക്സ് എന്താണെന്നുള്ളതാണ്. സിമ്മെട്രിക് മെട്രിക്സ് അതായത് എനി സ്ക്വയർ മെട്രിക്സ്, ഒരു സിമ്മെട്രിക് മെട്രിക്സ് ആകണമെങ്കിൽ അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ എനി സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ റോയും അതിൻ്റെ കോളവും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, 3/3 മെട്രിക്സ് ആണ്. അതുപോലെ തന്നെ 4/4 മെട്രിക്സോ 5/5 മെട്രിക്സോ അതെല്ലാം എന്താണ്? സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും അല്ലേ. റോസും കോളംസും ഈക്വൽ ആണെങ്കിൽ അത് സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ സിമ്മെട്രിക് മെട്രിക്സിൽ ഒന്നാമതായിട്ട് അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ഈ സെറ്റ് ടു ബി സിമ്മെട്രിക്, അത്തരത്തിലുള്ള സ്ക്വയർ മെട്രിക്സ് സിമ്മെട്രിക് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ട്രാൻസ്പോസ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അതേ മെട്രിക്സ് തന്നെ നമുക്ക് ആൻസറായിട്ട് ലഭിക്കുകയാണെങ്കിൽ അതൊരു സിമ്മെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ പറഞ്ഞ റോകളെല്ലാം നമ്മൾ എന്തായിട്ട് എഴുതി? ഇവിടെ കോളമായിട്ട് എഴുതി, ആദ്യത്തെ കോളമായിട്ട് എഴുതി. വീണ്ടും ഇതെടുത്ത് നമ്മൾ രണ്ടാമത്തെ കോളമായിട്ട് എഴുതി. പിന്നെ മൂന്നാമത്തെ ഈ റോ എടുത്തിട്ട് നമ്മൾ മൂന്നാമത്തെ കോളമായിട്ട് എഴുതി അല്ലേ. ഇനി നമ്മൾ നോക്കുക, ഇവിടെ നമുക്ക് യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. ഒറിജിനൽ മെട്രിക്സ് പോലെ തന്നെയല്ലേ, നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ് പോലെ തന്നെയാണ് എ ട്രാൻസ്പോസും അല്ലേ. അതിൽ എലമെൻസിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല അല്ലേ. അപ്പോൾ അങ്ങനെ വ്യത്യാസം വരാതിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എ എന്ന് പറയുന്നത് എന്താണ്? എ ഇസ് എ സിമ്മെട്രിക് മെട്രിക്സ് എന്ന് മനസ്സിലാക്കാം. ഇനി മറ്റൊന്ന് സ്ക്യൂ സിമ്മെട്രിക് മെട്രിക്സ് എന്താണെന്നുള്ളതാണ്. സ്ക്യൂ സിമ്മെട്രിക് മെട്രിക്സ് അതായത് എ സ്ക്വയർ മെട്രിക്സ്, ഇവിടെയും അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. എ സെറ്റ് ടു ബി സ്ക്യൂ സിമ്മെട്രിക്, അതിനെ സ്ക്യൂ സിമ്മെട്രിക് ആണെന്ന് പറയണമെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് നെഗറ്റീവ് ട്രാൻസ്പോസ്, ആ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ നെഗറ്റീവ് ട്രാൻസ്പോസിന് ഈക്വൽ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത്
അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് അതിൻ്റെ നെഗറ്റീവ് എടുക്കുകയാണെങ്കിൽ, അതിൻ്റെ സൈൻ മാറ്റുകയാണെങ്കിൽ കിട്ടുന്നത് എക്ക് തുല്യമാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഇതൊരു എ എന്ന് പറയുന്ന ട്രാൻസ്പോസ്, അതിൻ്റെ എ ട്രാൻസ്പോസ് നമ്മൾ എടുക്കുന്നു. അതായത് ഈ റോസിനെല്ലാം നമ്മൾ എന്താ എഴുതി, കോളമായിട്ട് താഴോട്ട് എഴുതി അല്ലേ. അപ്പോൾ നമുക്ക് എ ട്രാൻസ്പോസ് കിട്ടി. എന്നിട്ട് എ ട്രാൻസ്പോസ് കിട്ടിയിട്ട് അതിൻ്റെ ചിഹ്നങ്ങൾ മാറ്റുമ്പോൾ നമുക്ക് 0 എന്ന് പറയുന്നത് നമ്മളിവിടെ 0 തന്നെ എടുക്കുക, അതിന് ചിഹ്നം മാറേണ്ട ആവശ്യമില്ല. ഈ 1 എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുത്തു, -1 ആക്കി. -2 എന്നുള്ളത് എന്തായി, +2 എന്നാക്കി. ഇവിടെ -1 എന്നുള്ളത് നമ്മൾ 1 എന്നാക്കി. 0 എന്നുള്ളത് 0 തന്നെ എഴുതി. -6 എന്നുള്ളത് നമ്മൾ +6 ആക്കി അല്ലേ. അതുപോലെ നമ്മൾ അതിൻ്റെ ചിഹ്നങ്ങൾ സൈൻസ് മാറ്റി എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ എന്ന് പറയുന്ന അതേ ട്രാൻസ്പോസ് തന്നെയാണ് അല്ലേ. എ എന്ന് പറയുന്ന അതേ മെട്രിക്സ് തന്നെയാണ്. അപ്പോൾ അതായത് നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് അതിൻ്റെ നെഗറ്റീവ് എ ട്രാൻസ്പോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ അതേ ഒറിജിനൽ ആ മെട്രിക്സ് തന്നെ നമുക്ക് ലഭിക്കുന്നു അല്ലേ. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്കിതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രോബ്ലം നോക്കാം. കൺസിഡർ മെട്രിക്സ് എ. ഇവിടെ നമുക്കൊരു മെട്രിക്സ് നൽകിയിട്ടുണ്ട്. സ്റ്റേറ്റ് വെദർ മെട്രിക്സ് എ ഈസ് സ്ക്യൂ സിമെട്രിക് ഓർ നോട്ട്. ഈ പറഞ്ഞിരിക്കുന്ന മെട്രിക്സ് ഒരു സ്ക്യൂ സിമെട്രിക് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ എ ട്രാൻസ്പോസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ സൈൻ മാറ്റി നോക്കണം അല്ലേ. അതിൻ്റെ സൈൻ മാറ്റി നോക്കുമ്പോൾ അത് ഒറിജിനൽ എ എന്ന് പറയുന്ന മെട്രിക്സ് പോലെ തന്നെയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്കതിൻ്റെ റോസിനെ എല്ലാം നമ്മൾ കോളമായിട്ട് എഴുതുമ്പോൾ എ ട്രാൻസ്പോസ് കിട്ടും. അതിനുശേഷം നമ്മളതിൻ്റെ ചിഹ്നങ്ങൾ മാറ്റുമ്പോൾ അല്ലേ, 0 നമ്മൾ അതുപോലെ തന്നെ എഴുതുന്നു. -3 എന്നുള്ളത് നമ്മൾ +3 എന്ന് എഴുതി. -5 എന്നുള്ളത് 5 എന്ന് എഴുതി. ഇവിടെ 3 എന്നുള്ളത് -3 എന്ന് എഴുതി. അങ്ങനെ നമ്മളതിൻ്റെ സൈൻസ് എല്ലാം മാറ്റി നമ്മൾ നെഗറ്റീവ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നു അല്ലേ. അപ്പോൾ നെഗറ്റീവ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സിന് തുല്യമാണെങ്കിൽ നോക്കുക, ഇവിടെ അതിലെ എലമെൻസുകളെല്ലാം ഒന്ന് തന്നെയാണ്, വ്യത്യാസമൊന്നും വന്നിട്ടില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയാം, എ എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി മറ്റൊരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത് ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്നുള്ളതാണ്. ഒരു മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ട്രേസ് ഓഫ് എ മെട്രിക്സ് ഈസ് ദി സം ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് ദി ലീഡിങ് ഡയഗണൽസ്. അതായത് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു മെട്രിക്സിൻ്റെ ഡയഗണൽ പോർഷൻ എന്ന് പറയുന്നത്, ലീഡിങ് ഡയഗണൽ പോർഷൻ എന്ന് പറയുന്നത് ഇതാണല്ലേ. അത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ ഈ ലീഡിങ് ഡയഗണൽ പോർഷൻസ് നമ്മൾ ആഡ് ചെയ്തെടുക്കുമ്പോൾ ആ കിട്ടുന്ന ഉത്തരത്തെയാണ് നമ്മൾ ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് 1 -5 +9 അല്ലേ, ഇത്രയും ഐറ്റംസ് ആണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സം ഓഫ് ദി എലമെൻറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 5 എന്ന് ലഭിക്കും അല്ലേ. അപ്പോൾ നമുക്കിവിടെ 5 ആണ് ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ -5ഉം 9ഉം അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ നമുക്ക് 4 കിട്ടും അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് 1ഉം 4ഉം കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 5 എന്ന് കിട്ടും. അപ്പോൾ അതുപോലെ നമുക്കിതിനെ കണ്ടുപിടിക്കാം. ഇപ്പോൾ ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ലീഡിങ് ഡയഗണൽ പോർഷൻസ് ഐറ്റംസ് അതിലെ എലമെൻസുകൾ ആഡ് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി ലാസ്റ്റ്ലി നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഓർത്തോഗണൽ മെട്രിക്സ് എന്താണെന്നുള്ളത് നോക്കാം. ആൻ ഓർത്തോഗണൽ മെട്രിക്സ് ഈസ് ദി സ്ക്വയർ മെട്രിക്സ് ഹൂസ് കോളംസ് ആൻഡ് റോസ് ആർ ഓർത്തോനോർമൽ വെക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും ഒന്നാമത്തെ കാര്യം. അതായത് റോസും കോളംസും ഈക്വൽ തന്നെയായിരിക്കും ഇവിടെയും. അതിൻ്റെ ഓർത്തോനോർമൽ വെക്ടേഴ്സ് ആ ഒരു ഫോർമാറ്റിലായിരിക്കും ഇത്തരത്തിലുള്ള മെട്രിക്സുകൾ കാണപ്പെടുക. അപ്പോൾ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദ ഇൻവേഴ്സ് ഓഫ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ് ഈസ് ഇറ്റ്സ് ട്രാൻസ്വേഴ്സ്. അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് ഒരു മെട്രിക്സ് അത് ഓർത്തോഗണൽ മെട്രിക്സ് ആകണമെങ്കിൽ അതിന് 2 തരത്തിലുള്ള പ്രോപ്പർട്ടീസാണുള്ളത്. ഒന്നാമത്തെ കാര്യം ദ ഇൻവേഴ്സ് ഓഫ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ്, ഒരു ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്. ഇപ്പോൾ എ എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട് കേട്ടോ. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ട്രാൻസ്പോസിന് തുല്യമാണെങ്കിൽ, അതിൻ്റെ എ ട്രാൻസ്പോസിന് തുല്യമാണെങ്കിൽ അതെന്താണ്, അതൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. അത് ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി സിമിലർലി ദ ഡിറ്റർമിനൻറ്റ് ഓഫ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ്, നമുക്ക് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനുമുണ്ട്. ഡിറ്റർമിനൻറ്റ് ഓഫ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ്, ഒരു ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഒന്നെങ്കിൽ അത് 1 ആയിരിക്കും അല്ലെങ്കിൽ -1 ആയിരിക്കും. ഒന്നുകിൽ 1 ആയിരിക്കും -1 ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉള്ള അത്തരത്തിലുള്ള മെട്രിക്സിനാണ് നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സസ് എങ്ങനെയാണ് ആഡ് ചെയ്യുക, അതിൻ്റെ ഡിഫറൻസ്, അതായത് സബ്സ്ട്രാക്ഷൻ, അതിൻ്റെ കുറയ്ക്കലുകൾ, മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്, മൾട്ടിപ്ലിക്കേഷൻ സ്കേലാർ ബൈ ഒരു ഒറ്റ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, 2 മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളെല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് സൂക്ഷ്മമായിട്ട് ശ്രദ്ധയോടെ തന്നെ കണ്ടുപിടിക്കുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ ഈ ഏരിയയിൽ ചെയ്യാനുള്ള സാധ്യത കുറവാണ്.
അപ്പോൾ നമ്മൾ ഈ ഒരു QT ആൻഡ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിലും അല്ലെങ്കിൽ QTയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും മൊഡ്യൂളുകൾ ഏതെങ്കിലും ചാപ്റ്ററുകൾ നമുക്ക് ചെയ്യാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളിനി ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ മെട്രിക്സിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കുറേ ക്ലാസ്സുകളുണ്ടെന്ന് പറഞ്ഞു, അത് കാണുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൂടി നിങ്ങളൊന്ന് നോക്കണം. അതായത് ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോഴും ഒപ്പം തന്നെ ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ ഫിഗറുകളൊക്കെ ചെറിയ മൈനസ് പ്ലസ് ചിഹ്നങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസറിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിൽ അത് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ എറാറ്റമായിട്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരുത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് നോക്കണമെന്ന് കൂടെ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്